ഹലോ, എന്നാ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ ലഞ്ച് ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല, പക്ഷേ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് കേട്ടോ. തലേ ദിവസം ഞാൻ വിചാരിച്ചു സാമ്പാറൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചാണ് കിടന്നത്. പക്ഷേങ്കിൽ എഴുന്നേറ്റപ്പോഴേക്കും വൈകിപ്പോയി. കാരണം എന്നാണെന്നറിയോ, ഞങ്ങൾ പള്ളിയിൽ പോയി. പള്ളി കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു മൂവിയൊക്കെ കണ്ടു. മൂവി കണ്ട് കൊച്ചിനെ ഉറക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും ഏകദേശം ഒരു 11 മണി കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ചോറൊക്കെ ഉണ്ടാക്കി മാറ്റി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കറിയെല്ലാം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ ഇട്ടിട്ടുള്ള മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുമ്പളങ്ങ മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെച്ച് അതിന് ശേഷം അതിനുള്ള അരപ്പും റെഡിയാക്കി. അരപ്പ് തേങ്ങയും കുറച്ച് ജീരകവും കുറച്ച് ഒരല്ലി വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളക് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ അരപ്പുണ്ടാക്കി. മോരൊഴിച്ച് തന്നെ അത് അരയ്ക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ മോരിന് പുളി കുറവായതുകൊണ്ടാണ്. കാരണം വെള്ളവും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒട്ടും പുളി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ മെഴുക്ക് വരട്ടിക്കുള്ള പയറെല്ലാം കട്ട് ചെയ്ത് വെച്ച് അതെല്ലാം ബ്രിഞ്ചാൾ ഫ്രൈ ആക്കാനുള്ള ബ്രിഞ്ചാളും നമ്മൾ കട്ട് ചെയ്ത് അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും ഇങ്ങനെ ചേർത്തിട്ടാണ് കേട്ടോ മിക്സാക്കി വെച്ചിരിക്കുന്നത് ബ്രിഞ്ചാള. അപ്പോൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ നമുക്ക് പണിയെല്ലാം തീർക്കണം, അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ മോരുകറിയൊക്കെ നമ്മൾ കടുക് വറവൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടോ. പിന്നെ ആ പാത്രത്തിലോട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പയർ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് കേട്ടോ. അതിനി ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ അതും റെഡി ആയിട്ടോ. അപ്പോൾ ആ സമയമായപ്പോഴേക്കും മറിയാമ്മ എഴുന്നേറ്റ് വന്നു കേട്ടോ. ആൾ എഴുന്നേറ്റ് വന്നാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ആളെടുത്തുകൊണ്ടിരിക്കണം, അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. എല്ലാ പിള്ളേരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ആ സമയത്തേക്ക് അവൾക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തു. അപ്പോഴത്തേക്കും ബ്രിഞ്ചാൾ ഉണ്ടാക്കാൻ വെച്ചപ്പോഴേക്കും അച്ചാച്ച എഴുന്നേറ്റ് വന്നു. അച്ചാച്ചക്കുള്ള ദോശയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദോശ ഉണ്ടാക്കൽ ബ്രിഞ്ചാൾ ഫ്രൈ അങ്ങനെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അച്ചാച്ചയ്ക്ക് അങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുത്തു. ബ്രിഞ്ചാളും അങ്ങനെ റെഡിയായി കേട്ടോ. അച്ചാച്ചയുടെ കാപ്പിയാണെങ്കിൽ തണുത്ത് പോയായിരുന്നേ. അപ്പോൾ അത് ചൂടാക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പം നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം വെച്ച മീൻ കറി ഉണ്ട് കേട്ടോ. പിന്നെ മറിയാമ്മ അമ്മേനെ വിളിച്ചു, അവളെ ഒന്നുകൂടെയും കളിപ്പിച്ചു വന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ ടൈമായി കേട്ടോ അപ്പോഴേക്കും. അപ്പം ഞാനും മറിയാമ്മയും കൂടി നമ്മുടെ ലഞ്ച് അങ്ങനെ കഴിച്ചു കേട്ടോ. അച്ചാച്ച കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.